വല്ലൂരിന്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തെ വന്നപ്പോൾ തൊട്ട് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ മഴയൊക്കെ പെയ്ത് ആ ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനുകരുന്ന വണ്ടുകളെയും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്നാ പിന്നെ ഇന്നത്തെ ദിവസം ഒരു വ്ളോഗ് ആവട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. ഒരുപാട് നേരത്തെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ തലേദിവസം തൊട്ട് നമ്മൾ മനസ്സിനെയൊക്കെ ചിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് പിറ്റേ ദിവസം വ്ളോഗ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അത് കാരണം കാലത്ത് തൊട്ടേ നല്ല പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമാണ് അന്നത്തെ ദിവസം മൊത്തം ക്യാമറ കൊണ്ട് പിന്നാലെ നടക്കാൻ പറ്റുള്ളൂ. എണീറ്റ് വന്നപ്പോൾ തന്നെ ഭാഗ്യം എന്താ പൂജാ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത് ട്ടാ. ടയറ് ഇന്നലെ പോയി. ടയറ് മരടിച്ചാല് പഞ്ചറായി. ഞാൻ മാറ്റിയിട്ടിട്ട് പോയി അവിടെ കാണിച്ച് പഞ്ചർ അടിക്കാൻ. ആ കാറിൽ കയറി ആ അറ്റെത്തുന്നിടത്തോളം വരെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഭാഗ്യന് പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ ഉണ്ടാവും എൻ്റെ അടുത്ത്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുള്ള ആൾക്കാരല്ല ഞാനായാലും ഭാഗ്യനായാലും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് തമ്മിൽ പറയാൻ തന്നെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഭാഗ്യൻ ദാ കടയിൽ പോവാണ്. നല്ല മഴയുണ്ടായിരുന്നു, കാലത്തോട്ടേ മഴയായിരുന്നു. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ഇനിയാണ് കേട്ടോ. കാര്യം നമ്മൾ മഴ ഇഷ്ടമാണ്, ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറഞ്ഞാലും മഴയത്ത് നമുക്ക് ചെറിയൊരു മടുപ്പൊക്കെ തോന്നും അല്ലേ. ആ മടുപ്പൊക്കെ തോന്നുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഒതുക്കൽ പരിപാടികളിലേക്കൊക്കെ കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒരുപാട് ഒതുക്കാനും പറക്കാനും ഉണ്ട്. പിന്നെ സ്കൂൾ തുറന്ന ഈ വക പരിപാടികളൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെയാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. വാതിൽ തുറന്ന് മുന്നിൽ കണ്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾക്കിങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ താഴത്തുനിന്നുള്ള ആ ഒരു ഹ്യൂമിഡിറ്റി ഇങ്ങനെ മുകളിലേക്ക് പോയി കാർമേഘായി വീണ്ടും അത് താഴെ വന്ന് പെയ്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഈ പ്രകൃതി എന്ത് വലിയ അത്ഭുതമാണെന്ന്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ നോക്കി നിൽക്കാനും കൂടി വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മനസ്സിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇവിടേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ, സൈലൻ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ ഞാൻ ഈ സൂം ചെയ്യുന്നില്ലേ അവിടെ വരെ എത്തണം എന്നുള്ളത് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നും ആ കാടിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കും എന്നുള്ളത് എൻ്റെ വലിയ ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. പണ്ട് നമ്മുടെ നാട്ടിൽ സതേട്ടനും ഭാഗ്യനും ഒക്കെ ഇങ്ങനെ വിറക് പറക്കാനായിട്ടും അതുപോലെ തന്നെ വാഴയ്ക്ക് ഊണ് വയ്ക്കാനൊക്കെ ആയിട്ടും ആ മലയുടെ അപ്പുറത്തേക്ക് പോകാറുണ്ടെന്ന് പറയണു. പക്ഷേ ഇപ്പോൾ നമ്മൾ ആരും പോകാറില്ല. വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടേക്കൊന്നും ഇറങ്ങണില്ല, ശല്യമായിട്ടൊന്നുമില്ല. പക്ഷേ വന്യമൃഗങ്ങൾ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ അവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ കടത്തി വിട്ട് 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ നാടിനെ സെക്യൂർ ആക്കി വയ്ക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്, ഫോറസ്റ്റ് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അത് കാരണം നമുക്കിപ്പോൾ അങ്ങോട്ട് കടക്കാനുള്ള അനുമതി ഇല്ലാണ്ടായിരിക്കണം. അത് കാരണം അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല കേട്ടോ. പിന്നെ എനിക്കിത്തിരി ഭയമുണ്ട്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വിചാരിക്കാറുണ്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ശ്രീ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും എനിക്ക് ആ മലയുടെ മുകളിൽ ഒന്ന് പറക്കണം എന്ന് വലിയ ആഗ്രഹമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. കാലത്ത് തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടെടുക്കാന്ന് തന്നെ വെച്ചാൽ ഒരു സുഖം. നല്ല മഴയത്തെ 4 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കുമല്ലോ നമ്മൾ. അപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട്, അതായത് നമ്മുടെ ചക്ക ഉപ്പേരി വെച്ചത്. ഉപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മെഴുക്ക് വരട്ടിയില്ലേ ഉപ്പേരി, അതാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർകാർക്ക് ഉപ്പേരി. അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും എരിവുള്ള സാധനങ്ങൾ കൂട്ടിയിട്ട് 4 മണിക്കുള്ള ആ ഒരു കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു 4 മണിക്ക് എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ചക്കയൊക്കെ ഇട്ട്
സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റും പപ്പക്കായ മരം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു പപ്പക്കായ പൊട്ടിച്ചു. പപ്പക്കായ കമ്പിയിൽ കുത്തിക്കൊണ്ട് വരുന്നതേ അത് നിലത്ത് വീഴാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഓട്ടയുള്ള കമ്പിയെ കാരണം കുത്തിയിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ തന്നെ ഇരുന്നോളും നമ്മുടെ പപ്പക്കായ. അങ്ങനെ കുറച്ച് നേരമായിട്ട് അടുക്കളയ്ക്ക് കയറിയിട്ടേ ഇല്ല. കാരണം 2 ദിവസം മഴ ആസ്വദിക്കലാണ്. ഇനി ഒരു അളിപൊളി മൂടിലെത്തുമ്പോൾ പറയും അയ്യോ മഴ മതിയെന്ന്. അങ്ങനെ അടുക്കളയിൽ കയറിയപ്പോഴാണ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാത്രങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഇത് നമുക്കൊരു കൂട്ടുകാരൻ, നമ്മുടെ ഒരു ചാനലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചേട്ടൻ, മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ, ഇൻസ്റ്റാഗ്രാമിൽ പേജുള്ള ആളെനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ഈ ഒരു 4 പാത്രങ്ങൾ വിത്ത് സ്പാച്ചുല, പ്ലേസിംഗ് പാഡൊക്കെ ആയിട്ട്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു ശ്രീ എവിടുന്ന് ഈ പാത്രം മേടിച്ചെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവർക്കും ഇൻഡിവിജ്വൽ റിപ്ലൈ കൊടുത്തും എടുത്ത കാരണം കൊണ്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇവന്മാരെ. യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ്, യൂട്ടൻസിൽസ് ബൈ മാർക്കസ് എന്നാണ് തോന്നുന്നു ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതൊരു സ്കില്ലറ്റ് ഉണ്ട്, വിത്ത് ലിഡായിട്ട് തന്നെയാണ് വരുന്നത്. അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ, സംഭവം കിഡുവാണ്. ഇത്തിരി വിലയുള്ളതാണ് കേട്ടോ. പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം 1000, 1500, 3000 വരെ റേഞ്ച് ഉള്ളതുണ്ട്. പക്ഷെ മേടിക്കുന്നതുകൊണ്ട് ഒരു നമുക്ക് നഷ്ടവും വരില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ നമ്മൾ സ്പാച്ചുല മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതേതാണ് മെറ്റീരിയൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോൺ സ്റ്റിക്ക് ആണ്, പക്ഷെ ചെറുതായിട്ടൊരു വൈറ്റ് ഒരു ഇത് പോകുന്നത് കണ്ടോ, ഒരു പെയിന്റ് ഇങ്ങനെ. അത് നമ്മൾ വേറെ, എൻ്റെ അശ്രദ്ധ മൂലമാണ് കേട്ടോ, വേറെ തരത്തിലുള്ള സ്പാച്ചുലകളില്ലേ, മെറ്റലിൻ്റെ സ്പാച്ചുലകളില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. നമ്മുടെ ആ സിലിക്കോൺ സ്പാച്ചുല ഉപയോഗിച്ച് അങ്ങനെ വരില്ല കേട്ടോ. ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. അടിപൊളി മെറ്റീരിയലാണ്. അപ്പം ഉണ്ടാക്കാനായാലും നമുക്ക് എന്തെങ്കിലും ഉപ്പേരി വയ്ക്കാനൊക്കെ ആയാലും സൂപ്പറാണ് കേട്ടോ. നമ്മൾ 3 ആളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലാണ് നമ്മൾ ഉപ്പേരി വയ്ക്കുക. അതിൽ തന്നെയാണ് ഞാൻ അപ്പം ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ആ ഉരുളിയാണ് നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. ഒരു 2-3 കിലോ ചിക്കനൊക്കെ വയ്ക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വലിയൊരു എന്താടാ പറയുക അതിനെ, ചീനച്ചട്ടി ഉണ്ട്, അതും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ 4 പാത്രങ്ങളാണ് നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ളത് എവിടുന്ന് ശ്രീ മേടിച്ചത്. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആമസോണിലത്തെ ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ വെബ്സൈറ്റ് ലിങ്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവർ മേടിച്ചോളൂ. പിന്നെ ഇന്ന് നമുക്ക് അതിൽ ഫുള്ള് കുക്കിംഗ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഭാഗ്യൻ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ കാണാണ്ടിരുന്നൊരു സാധനം കൊണ്ടുവന്ന് തന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് ശ്രീ കെട്ടുതാലി ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. നിങ്ങൾ അത് കെട്ടുതാലി കാണിച്ചത് ഇതാണ് കെട്ടുതാലി. ലോക്കറിലായിരുന്നു, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടി എടുത്തു. ഞാൻ ഇതുവരെ കാണാത്തതാണ്. ശ്രീകുട്ടൻ ഇതുവരെയായിട്ട് കണ്ടിട്ട് കൂടിയില്ല. ഇതാണ് കേട്ടോ നമ്മുടെ കെട്ടുതാലി എന്ന് പറയുന്നത്. ഒരു ശംഖിന്റെ താലിയും മുല്ല എന്നാണ് അത്ര ആ ഒരു മാലയുടെ പേര് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള കാരണം കൊണ്ട് നമ്മളത് ഇടാറില്ല കേട്ടോ. ഞാൻ ചെറിയൊരു മാലയും അതും ഒരു കുഞ്ഞേ താലിയാണ് ഇടാറുള്ളത്. അപ്പോൾ ഞാൻ ഇട്ട് വെക്കുന്ന താലി നമ്മൾ ഒരു വട്ടം അമ്പലത്തിൽ പോയി പൂജിച്ചിട്ട് ഭാഗ്യം എനിക്ക് കിട്ടുന്നതാണ്. ഇത് ഇത്രയും വലിയ താലിയാണ്. അപ്പോൾ എനിക്ക് 2 താലിയുണ്ട് കേട്ടോ. അങ്ങനെ 2 താലി ഇടാൻ പാടില്ല എന്നൊക്കെ പറയും. ഭാഗ്യന് അങ്ങനത്തെ വിശ്വാസങ്ങളില്ല, എനിക്കും നമ്മുടെ വീട്ടുകാർക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഭാഗ്യന് ഞാനത് ഇടുന്നതേ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. ഫൈനലി ഞാൻ ആളെ കൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം കെട്ടുതാലി ഒന്ന് ഇടിയിപ്പിച്ചു. സ്കൂൾ കൂട്ടായ കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറേ സമയമൊക്കെ കാലത്ത് നമുക്ക് നമ്മുടേതായിട്ട് ചിലവഴിക്കാൻ പറ്റുന്നത്. അടുത്ത ആഴ്ച കഴിഞ്ഞില്ലേ മക്കളെ, ബാക്ക് ടു ട്രാക്കിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാത്രങ്ങൾ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ച് അതുമ്പോഴാണ് വെക്കാറുള്ളത്. അപ്പോഴും ചെറിയൊരു ഇളക്കം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. ഇത് നമ്മൾ 2-in-1 പ്രോഡക്റ്റ് ആണ്. അതെ, 2-in-1 പ്രോഡക്റ്റ് അല്ല, 2 യൂസാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളത് കേട്ടോ. ഒന്ന് നമുക്ക് പാത്രങ്ങൾ നന്നായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഷേക്കിൽ. പിന്നെ വി ക്യാൻ സേവ് ദി ഗ്യാസ് അല്ലേ, അതിനും കൂടി പറ്റൂട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നമുക്ക് മീഷോയിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 399 രൂപ മറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം വെച്ചപ്പോൾ വിചാരിച്ചു ഈ സാധനം അത് പാകാവില്ല എന്ന്. പക്ഷേ ഏതൊരു അടുപ്പിന് പാകാവുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ബിൽഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിയിൽ നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ പ്ലേസിങ്, അതും പിന്നെ ഈ സംഭവം കൂടി ആയപ്പോൾ സംഭവം സെറ്റായി. നമുക്ക് ഇതാണ് കേട്ടോ അതിൻ്റെ മെത്തേഡ്. ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും. മാത്രമല്ല നമുക്കത് അവിടെ ഇരിക്കുമ്പോൾ ഷെയ്ക്ക് ആവൂല നമ്മുടെ പാത്രങ്ങൾ. നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ പിള്ളേരൊക്കെ അടുത്ത് നിന്ന് കുക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ ഇങ്ങനെ ഒക്കിൽ വെച്ച് നമ്മൾ ഒക്കത്ത് വയ്ക്കാന്നറിയില്ലേ, എടുത്ത് പിടിച്ച് നിന്നിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല അമ്മമാർ, അവർക്കൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും വെക്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വലിയ വലിയ പാത്രങ്ങൾ, ഇതുപോലെ സ്കില്ലറ്റുകൾ, ഉരുളികൾക്ക് ഉണ്ടല്ലോ അടിയിൽ ഇങ്ങനെ 5-6 ഇങ്ങനെ ഹമ്പുകൾ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഇതുമ്പോൾ തട്ടുമ്പോൾ വീഴാനൊക്കെ പോകും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ പാലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ
വലിയ പാത്രത്തിൽ തന്നെ പായസം വെക്കാന്നുള്ള രീതിയിൽ കാലത്ത് തന്നെ അതൊന്ന് തിളപ്പിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ടോ. പായസം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം. പിന്നെ അമ്മയും ചേച്ചിയും കുഞ്ഞിനൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പായസം വെച്ച് അവർക്ക് വിളമ്പാന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ട വീട്ടുകാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ആ സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പാലുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ള വേറൊരു പ്രൊഡക്റ്റാണ് ഈ കുക്കർ എവിടെയാണ്. ഈ കുക്കർ 3 in 1 ആണ് കേട്ടോ. ഇതിനെ നമുക്ക് കുക്കറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രെയിനറായിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ലിഡും കൂടി. അങ്ങനെ 3 അടപ്പായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അങ്ങനെയാണ് അത്രേ, വളരെ കുറച്ച് നമ്മൾ ഊറ്റിയെടുക്കില്ലേ, വളരെ കുറച്ചുണ്ടാവുള്ളൂ അവർക്ക് വെള്ളം. അപ്പോൾ അത് ഒരു 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 പോയിന്റിൽ ഇട്ടിട്ട് വെറുതെ ഒന്ന് കമത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറല്ല വെള്ളമൊക്കെ പൊക്കോളും. ഇതിപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴുകി വെച്ച് പാത്രത്തിൽ ഒതുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ ലിഡൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ലിഡ് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് പിജിയുടെ പ്രോഡക്റ്റ് ആണ്. ഇതുപോലെ 3 നമ്മുടെ ഇത് വരുന്നുണ്ട്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുക നമ്മുടെ കുക്കറായിട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളെല്ലാ പരിപ്പ് കറി റെസിപ്പികളും ഇതിലാണ് പോകുന്നത്. ഞാൻ പരിപ്പിൻ്റെ ആളാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് പുട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ് കറിയാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. എന്താടാ, ചെറുപയർ കറിയാണ് പരിപ്പ് കറി, ചെറുപയർ കറിയാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഉപ്പേരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ, അതും. പിന്നെ നമ്മൾ കാലത്ത് രഘുവേട്ടുണ്ട് പണിക്ക്. അപ്പം നമ്മൾ പപ്പടവും പരിപ്പ് കറിയും പുട്ടുമൊക്കെ ആയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കണം. പരിപ്പ് കറി അല്ല, പയറ് കറി. അങ്ങനെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും പച്ചമുളകും ഒരു സവോളയുടെ പകുതിയും കൂടി അരിഞ്ഞിട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച കാരണം കൊണ്ട് ഒരൊറ്റ വിസിൽ മതി. അതല്ല നമ്മൾ കാലത്ത് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാണ്ടാണെങ്കിൽ നമ്മൾ 2-3 വിസിലല്ല അത് വേവുള്ളൂ കേട്ടോ. തലേദിവസം ഒന്ന് മുളപ്പിച്ച പോലത്തെ ആയിട്ടുള്ള പയറാണെങ്കിൽ രുചി തന്നെ അപ്പാടെ മാറി കിട്ടും. ആ ഒരു പച്ചക്കൊത്തൊന്നും വരില്ല. എനിക്ക് പൊതുവേ നമ്മുടെ ചെറുപയർ എടുക്കുമ്പോൾ നമ്മുടെ സ്കൂളിലത്തെ കഞ്ഞിയാണ് ഓർമ്മ വരാറ്. അത് കാരണം ഞാനത് വെക്കലും കുറവാണ് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ടല്ല, ഞാൻ ആ സ്കൂളിലത്തെ കഞ്ഞിയും പയറൊന്നും കഴിച്ചിട്ടില്ല അധികം. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകല പതിവ്. എന്നാലും എനിക്കത് ഓർമ്മ വരും, കഞ്ഞിയമ്മൂമ്മേനെയൊക്കെ. അങ്ങനെ പുട്ടിനുള്ളത് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ നമ്മളെപ്പോഴും പുട്ട് കുഴച്ചെടുക്കുന്നത് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടാൻ കാരണമാവുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരം ചിരകി കൊണ്ടുവന്നപ്പോൾ അതിലത്തെ കുറച്ച് ഈ വെയിൽ കാരണം കൊണ്ടേ കുറച്ചൊക്കെ കണ്ട കൊപ്ര പരിവായിട്ട് പോന്നിട്ടുണ്ട്. അത് നമുക്ക് അരച്ച് നമ്മുടെ ഇതിലേക്ക് ഒഴിക്കാം, നമ്മുടെ അരപ്പ് കറി തയ്യാറാക്കാം, അതിലേക്ക് ഒഴിക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാങ്ങാപ്പുട്ട്, പഴമാങ്ങാപ്പുട്ട് എന്നൊക്കെ പറയുന്നത്. എനിക്കും അത് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങയാണ് പ്രിയൂര് മാങ്ങ കേട്ടോ. പ്രിയൂർ എന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെ ഒരുപാട് കിട്ടുന്ന ഒരു മാങ്ങയാണ് പ്രിയൂർ മാങ്ങ. ഇത് മാവന്മ നിന്ന് പഴുത്തിട്ടുണ്ടെങ്കിൽ നിറച്ച് പുഴുവായിരിക്കും. നമ്മൾ നല്ല മൂത്ത മാങ്ങ പൊട്ടിച്ച് വെച്ചിട്ട് പഴുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും രുചിയുള്ള മാങ്ങ വേറെ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട്. ഇതിങ്ങനെയല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കഴിക്കുന്നത് മാങ്ങ കഷ്ണങ്ങൾ നമ്മുടെ പഴം പോലെ തന്നെ വലിയ വലിയ പൂളുകളാക്കിയിട്ട് പുട്ടിൻ്റെ ഒപ്പം ഞെരടി കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ പുട്ടിലിൻ്റെ പൊടിക്ക് കയറാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അരിഞ്ഞിട്ടു എന്ന് മാത്രം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നാളികേരം വെച്ചു 1 സ്പൂണ്. പിന്നെ ബാക്കി പുട്ടിൻ്റെ പൊടിയും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തതും വെച്ച് ഏറ്റവും ലാസ്റ്റ് മുകളിലും കുറച്ച് നാളികേരം കൂടിയിട്ട് അടച്ച് കുക്കറിൽ വേവിച്ചെടുക്കുന്ന പുട്ടാണ് കേട്ടോ. അത് കുക്കറിൻ്റെ മുകളിൽ ആവിയില്ലേ, അതിൽ വേവിച്ചെടുക്കുന്ന പുട്ടാണ് കേട്ടോ. ശ്രീകുട്ടൻ ഫ്രിഡ്ജിലത്തെ ഐസ് റീഫിൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആൾക്കും ഇതുപോലെ തന്നെ മാങ്ങ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മാങ്ങയും പുട്ടും കോമ്പിനേഷൻ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ രഘുവേട്ടൻ കഴിച്ചപ്പോഴും ഭാഗ്യം കഴിച്ചപ്പോഴും പറഞ്ഞു, മോനെ ഇത് വെറൈറ്റി ആണല്ലോ എന്ന്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാങ്ങാക്കാലം കഴിയണേക്കാളും മുമ്പ് ട്രൈ ചെയ്തിക്കോളൂ. നമ്മുടെ ഇവിടെയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന മാങ്ങകളാണ് മൂവാണ്ടൻ, വട്ടമാങ്ങ, അതുപോലെ തന്നെ പ്രിയൂര് മാങ്ങ, കുളമ്പ് മാങ്ങ എന്നൊക്കെ. അവിടെ നാട്ടിലെ ഏതൊക്കെ രീതിയിലുള്ള മാങ്ങകളൊക്കെ കിട്ടുക. നമ്മുടെ നാട്ടിലുള്ള മാങ്ങകളുടെ സെയിം ആയിട്ടായിരിക്കും, പക്ഷെ അവിടെ നാട്ടിൽ വേറെ പേരായിരിക്കും പറയണ്ടാവുക അല്ലേ. അങ്ങനെ കുറച്ച് മുകളിലും അടിയിലും ഒക്കെ ആയിട്ട് വെച്ച് ഞാൻ കുറേ പുട്ടുണ്ടാക്കി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ.
അങ്ങനെ നമുക്ക് പരിപ്പ് കറി വെക്കാം. പരിപ്പ് എന്നെ വിട്ട് പോണില്ലല്ലോ ദൈവമേ. നമുക്ക് പയർ കറി വെക്കാം, നമുക്ക് കുറച്ച് ചാറാക്കിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ അങ്ങനെ തന്നെ അടർന്നു പോകുന്ന ആ കൊപ്ര ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ ചില വെളുത്തുള്ളിയും ജീരകവും ചെറുള്ളിയും ഇട്ടിട്ടാണ്, പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് അടിച്ച് അരപ്പ് തയ്യാറാക്കാറ്. ചിലവർ പറയും ശ്രീയുടെ കറി ശ്രീ വെക്കുന്ന പോലെ വയ്ക്കുമ്പോൾ ഒരു എരിശ്ശേരി ടേസ്റ്റാണ് വരുന്നതെന്ന്. അതെനിക്ക് ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞി ചട്ടി ഞാൻ പറഞ്ഞില്ലേ, ഈ കുഞ്ഞി ചട്ടിയിലാണ് നമ്മൾ ഇന്നത്തെ കറികൾ വെക്കാൻ പോണത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ആളേ ഉള്ളൂ, പിന്നെ രഘുവട്ടടക്കം ഒരാളെ എക്സ്ട്രാ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ച് കറി വയ്ക്കുന്നത്. അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പ് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കുറുതായി അതിലത്തെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ നാളികേരമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പയറിട്ട് കൊടുക്കാം. ഇത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരുന്ന സ്പാച്ചുലയാണ് കേട്ടോ. അപ്പം കുറച്ച് അടിയിലേക്ക് ഇങ്ങനെ വരണ്ട, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള സ്പാച്ചുലയാണ്. നല്ല നീളമുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ടിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പയർ 4 മണിക്കേലത്തേക്ക് ഉച്ചക്കേക്കുള്ള ഉപ്പേരിക്കും, പിന്നെ കുറച്ച് നമുക്ക് പപ്പകായിട്ട് വെക്കാൻ വേണ്ടിയിട്ടും, പിന്നെ കുറച്ച് നമുക്ക് കാലത്ത് പുട്ടിനുള്ളതാക്കി വെക്കാം. നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓൾറെഡി അത് വേവിച്ച് വെക്കുന്നത് കേട്ടോ. അതാണ് ഒരു മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കഴിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്ക് ആ പയർ ഇങ്ങനെ കഴിക്കുമ്പോഴേ, പണ്ട് നമ്മൾ സുഗീൻ ഉണ്ടാക്കിയിരുന്നത് ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്? നമ്മുടെ പഴയ തലൂര് വീട്ടിലത്തെ വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നടാ. അപ്പം അടിപൊളി പയറും അതുപോലെ തന്നെ നമ്മുടെ പുട്ടും കഴിക്കാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് ഞാനും. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി കഴിഞ്ഞാൽ കിച്ചൺ വൃത്തിയാക്കിയിട്ടുള്ള പെണ്ണേന്ന് ചേച്ചിമാർ കുറേ ആയി എന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണ്. എന്നിട്ട് അടുത്ത പണി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും, നിനക്ക് മടുക്കും എന്നൊക്കെ പറയാറുണ്ട് കേട്ടാ. അപ്പം ഞാനും അത് ശരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഒരുപാട് പണിക്കാരൊന്നും ഉണ്ടാവുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് പിന്നേക്ക് അർജൻറ്റായിട്ടുള്ള പണികൾ വരുമ്പോൾ നമ്മുടേതായ പണികൾ നമ്മളവിടെ മാറ്റിയിടും. കിച്ചൺ വൃത്തിയാക്കിയിടാനോ ഇതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് പണിക്കാരൊന്നും ആരില്ലാത്ത കാരണം കൊണ്ട് ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷമാണ്, പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള പണികൾ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരത്തേക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പപ്പക്കായ ഉപ്പേരി വയ്ക്കാന്നാണ് വിചാരിക്കുന്നത്. പപ്പക്കായയിൽ അത്ഭുതവശാൽ 2 3 കുരു ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നിറയെ കുരുവായിരിക്കും കേട്ടോ. അപ്പോൾ പപ്പക്കായ നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിയെടുക്കാം. നമ്മളിങ്ങനെ തേങ്ങ മുറിക്കണ പോലെ മുറിച്ചിട്ട് നമുക്ക് ചിരകി എടുത്താലും സെയിം ഒരു ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ കറിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തും. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രീതിയേച്ചി നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തരും കേട്ടോ. അല്ലെങ്കിൽ ചോപ്പർ കൂട്ടണിലിട്ട് അടിച്ചാലും മതി. പക്ഷേ നമ്മൾ ചോപ്പറൊക്കെ ചിലപ്പോൾ വള്ളിയൊക്കെ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. സാധാരണ പച്ചക്കറികളും കുറച്ചും കൂടി കട്ടിയുള്ള കാരണം കൊണ്ട് ഇതിൻ്റെ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് ചോപ്പറിൽ നമ്മുടെ മിക്സിയിൽ ഇതാക്കുക, ചെറുതായിട്ട് ചോപ്പ കളർ വന്നു തുടങ്ങി കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു നല്ല മധുരം ഉണ്ടാവും അതിന്. എനിക്ക് പപ്പക്കായ പഴുക്കണേക്കാളും കൂടുതൽ ഇഷ്ടം ഒരു കറുമുറു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻ്റെ കിച്ചണിലെ വേറൊരു നിങ്ങളെപ്പോഴും ചോദിക്കാറുള്ള ഒരു സംഭവം കേട്ടോ. ഇത് എവിടെ നിന്നാണ് ശ്രീ ചോപ്പർ മേടിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഇത് നമ്മളിപ്പോൾ ഈ സോഡിയാക്കിൻ്റെ തന്നെ ഈ പ്രീതിയുടെ 2.0 ഇല്ലേ, അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു ഫുഡ് പ്രോസസ്സറാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലേഡുകളുണ്ട് 2-3 തരത്തിലുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് സഹായിക്കാനായിട്ട് പ്രീതി ചേച്ചിനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ഇതാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കോല് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം അടിപൊളിയായിട്ട് സ്ലൈസ് ചെയ്തല്ല ചോപ്പ് ചെയ്ത് കിട്ടും. നമുക്ക് നമ്മുടെ ഈ സ്കില്ലറ്റില്ലേ, ഇതിൽ നമുക്കിന്ന് അടിപൊളിയായിട്ട് നമ്മുടെ തോരൻ തയ്യാറാക്കി എടുക്കാം. സാധാരണ നമ്മൾ തൃശ്ശൂരാരി വെക്കുന്ന പോലെ എണ്ണ ഒഴിക്കുന്നു, അതിൽ കുറച്ചധികം വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ ചെറുള്ളി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നു. കല്ലിൽ കുത്തിയെടുക്കലാണ് പതിവ്. എനിക്ക് കല്ലിൽ കുത്തുമ്പോൾ തെറിച്ച് പോണ കാരണം കൊണ്ട്, കല്ല് വൃത്തിയാക്കാൻ മടിയുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സിയിൽ അടിക്കുന്നത്. ആ കല്ലുമ്പോൾ കുത്തുന്നത് വേറൊരു ടേസ്റ്റ് ആണെന്നാണ് പറയല്. ഞാൻ ആ ടേസ്റ്റ് ആയിട്ട് കുറച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ചില ദിവസങ്ങളിൽ നമുക്ക് ഇത്തിരി മടിയൊക്കെ വരില്ലേ, അപ്പം അന്നത്തെ ദിവസത്തെയാണ് കേട്ടോ
നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൽ കുറച്ച് ഇടിച്ച മുളകൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു കേട്ടോ. അതായത് പപ്പക്കായ ഇട്ട് കൊടുത്തു. പപ്പക്കായ നന്നായിട്ട് ഗ്രൈൻഡ് ആയിട്ട് വരും കേട്ടോ അതിൽ അടിക്കുമ്പോൾ. നമുക്ക് നാളികേരം യൂസ് ചെയ്യുന്നതിന് പകരം പപ്പക്കായ അതുപോലെ തന്നെ വേറെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ നാളികേരം ഇട്ട ഫീലാണ് വരിക. അപ്പോൾ പയറിലൊക്കെ നാളികേരം ഇട്ട് ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ഫീല് വരും. അങ്ങനെ ക്യാരറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ബാക്കി വന്ന നമ്മുടെ പയറുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറിൽ നാളികേരം ഇട്ടിട്ട് വെച്ച ഉപ്പേരി പോലെ ഇരിക്കും. എന്നാൽ നമ്മൾ നാളികേരം തൊടിയിച്ചിട്ടും ഇല്ല, ഹെൽത്തി ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഇങ്ങനെ. അതായത് പപ്പക്കായും നമ്മുടെ പയറും കറി വെച്ച് നോക്കിക്കോളാം എന്നാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. എന്തോരം വർത്താനം ഈ പെണ്ണ് പറയണേന്നല്ലേ. കുറെ ആൾക്കാർ പറയാറുണ്ട് വർത്താനം കുറച്ച് നല്ലതായിരിക്കും ശ്രീന്ന്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പലപ്പോഴും നമ്മുടെ ചാനലിലുള്ളവർ ഞാൻ എൻ്റെ തൃശ്ശൂർ ഭാഷയും അതുപോലെ തന്നെ ഇങ്ങനെ വളവളാന്ന് വർത്താനം പറയണതും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും നമ്മുടെ ചാനൽ തന്നെ കാണുന്നത് എന്ന് തോന്നാറുണ്ട്. എനിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇക്കോ കൊണ്ടുവന്ന ഈ ഒരു മീനെയാണ് നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. തിലോപ്പിയ അങ്ങനെയാണോ പറയാ? ഞങ്ങളുടെ ഇവിടെ പിലോപ്പി എന്നൊക്കെ പറയും കേട്ടോ. അതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് പിലോപ്പി എന്നൊക്കെ പറയും, ഗിഫ്റ്റ് തിലോപ്പിയ എന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ. ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മടുക്കുന്നു തോന്നിയത് കാരണം കൊണ്ടാണ് ഒരെണ്ണം മേടിച്ചത്. പിന്നെ അത് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയും മണ്ണിന്റെ മണണ്ടത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഇവിടെയുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഒരെണ്ണം മേടിച്ച് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ടേസ്റ്റ് നല്ലതായിട്ട് കൂടുതലുണ്ടെങ്കിലും ആ ഒരു കൊതി അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരെണ്ണേ മേടിച്ചുള്ളൂ. 100 രൂപയാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മഞ്ഞപ്പൊടി കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞിരിക്കുകയാണ്. അതൊന്ന് റീഫിൽ ചെയ്തു. ആ പാത്രം ഒന്ന് കഴുകി വയ്ക്കായിരുന്നില്ലേ ശ്രീന്ന് നിങ്ങൾ ചോദിക്കും എന്നോട്. എനിക്കറിയാം നിങ്ങൾ ചോദിക്കുമെന്ന്. ആക്ച്വലി നമ്മൾ കിച്ചൺ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പൊടി അഴുക്കൊക്കെ വേണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അത് കാരണം കൊണ്ടാണ് അതൊന്നും ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ഇതിലെ മാരിനേഷൻ ഇട്ടിട്ടുള്ളൂ. അത് കാശ്മീരി ചില്ലി കുറച്ച് അധികം ഇട്ടിട്ട് ആ ഒരു കളറ് വരാൻ വേണ്ടിയിട്ടേ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ വറുത്തെടുക്കുകയാണ്. മീനൊക്കെ ഒറ്റയ്ക്ക് ഇവിടെ കഴിക്കേണ്ട പരിപാടിയില്ല. നമ്മൾ ചോറുണ്ണുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു മീൻ വറുത്തതൊക്കെ ഉള്ളൂ കേട്ടോ. അത് ഇവിടെ റേഷനാണ് ഇതൊക്കെ കാര്യങ്ങൾക്കൊക്കെ. അത് കാരണം വയറ് നിറയോളം കഴിക്കുക എന്നുള്ളൊരു പരിപാടി ഒറ്റ ഭക്ഷണത്തിനും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിലിട്ടപ്പോൾ വലിയതായിട്ട് എന്താ പറയുക കൊള്ളണില്ല അവനെ മീൻ. അപ്പം ഞാൻ നമ്മുടെ വീണ്ടും ആ സ്കില്ലറ്റ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലിട്ടിട്ട് ഇനി നന്നായിട്ട് മൊരിയിച്ച് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യനും അതുപോലെ തന്നെ ഞാനും തയ്യാറായിട്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഇത് കണ്ടപ്പോൾ. അതാണ് ഭാഗ്യൻ്റെ അടുത്ത് ഈ കൊഞ്ചൽ കേട്ടോ. പൊതുവെ ചേച്ചിമാർ പറയാറുണ്ട് ഭാഗ്യനെ കാണുമ്പോൾ ശ്രീക്ക് ഇത്തിരി കൊഞ്ചൽ കൂടുതലാണെന്ന്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ കൊഞ്ചൽ കയറി വരാറുണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് പല്ല് വരുന്നുണ്ടോ 33 വയസ്സായപ്പോഴാണ് ഗൈസ് എനിക്ക് പല്ല് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വായ തുറക്കാൻ പറ്റണില്ല. അപ്പോൾ ഭാഗ്യം പറയാം കുഞ്ഞിതായിട്ട് വായ തുറന്ന് കഴിച്ചാൽ മതിയെന്ന്. പൊതുവെ നമ്മളെ സ്നേഹമുള്ളവരിടത്തല്ലേ നമ്മൾ കൊഞ്ചുക. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭാഗ്യൻ ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ. അപ്പം ഞാൻ ഭാഗ്യൻ്റെ അടുത്ത് കൊഞ്ചാറുണ്ട്, അത് സത്യമാണ്. ഒരു മീൻ ഒറ്റയ്ക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നിന്നപ്പോഴാണ് ശ്രീ ഒരു മീൻ വാങ്ങിച്ച് ഒറ്റയ്ക്ക് കഴിക്കണം ആർക്ക് ആഗ്രഹമായപ്പോ എനിക്ക് പിന്നെ നീ ഉണ്ടാ എല്ലാവരും ആഗ്രഹക്കാരാണ് ഒറ്റയ്ക്ക് കഴിക്കണം. കഴിഞ്ഞ ജന്മത്തില് കറണ്ട് പോയി. അടിപൊളി ടേസ്റ്റ് ആണ്. നോക്കി മോനെ കഴിച്ചു നോക്കിയ മീൻ കൂതിയന്മാരാട്ടാ രണ്ടാളും. സൂപ്പർ. ഒരൊറ്റ മീൻ വറുത്ത കാരണം കൊണ്ടാന്ന് തോന്നുന്നു അതിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളിൽ റേഷനായിട്ട് കഴിക്കുമ്പോഴേ നമുക്ക് ഇത്തിരി ടേസ്റ്റ് കൂടും കേട്ടോ. അത് കാരണം ഈ മീന് ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ടായിരുന്നു. നമ്മൾ പറയും ഭക്ഷണം കൊടുക്കുമ്പോൾ വയറ് നിറച്ച് കൊടുക്കണം എന്നൊക്കെ പറയും. അത് വിശക്കുന്നവനെ മാത്രമാണ് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇതിങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിരിക്കുന്നവർക്ക് വേണ്ട ആവശ്യമില്ല. എനിക്കിത് പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. നമ്മൾ മടുപ്പിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുകയും ചെയ്യരുതെന്ന് തോന്നാറുണ്ട് പിള്ളേർക്കായാലും വീട്ടിലാർക്കായാലും. ഇങ്ങനെ ഞാൻ അതിന് വേണ്ടി ഒരു കഥ പറയാട്ടോ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ആ കഥ കൂടെ വിശദീകരിക്കുന്നതാണ്. ഒരെണ്ണമൊക്കെ മേടിച്ച് കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഒരുപാട് കഴിക്കുമ്പോഴേ അത് മടുക്കും. വൈകിട്ടൊന്നുമില്ല പറഞ്ഞു വേറെ കാര്യം. പക്ഷെ ഒരു പുതിയ അവിടെ നിലനിൽക്കണം. അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും കഴിക്കാൻ വേണ്ടി മടുപ്പിച്ചിട്ട്
ഞാൻ എപ്പോഴും നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ട് തോന്നുന്നു. ഭാഗ്യം കല്യാണം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചത് എന്താണെന്നേ. അപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൂനെയിൽ നിന്ന് പഠിക്കാൻ ലീവിന് വരുമ്പോൾ 10 ദിവസത്തെ ലീവിനെ വരിക. അപ്പോൾ ഭാഗ്യം ഒരു പെട്ടി നിറച്ച് പേട കൊണ്ടുവരും. ഞാൻ ഏതാണ്ട് ഒരു കാലത്ത് ഞാൻ പറഞ്ഞായിരുന്നു അത്ര എനിക്ക് പേട ഇഷ്ടമാണ്. അന്ന് ഞാൻ വെറുത്തതാ പേട. എനിക്ക് എന്ത് ഇഷ്ടമുള്ള പേട. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോൾ 4 രൂപയായിരുന്നു ഒരു പേടയ്ക്ക് വില. അത് ഞങ്ങൾ രണ്ടാളും കൂടി മേടിച്ച് കഴിച്ച് സൈക്കിളുമ്പോഴാണ് ഞങ്ങളെല്ലാം തിരിച്ചു പോരുക. ഞങ്ങൾ രണ്ടാളും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് പേട. കാണാന്ന് പറഞ്ഞ എനിക്ക് ആ ഇങ്ങനെ ബൾക്കായിട്ടിരിക്കുന്ന കാര്യം ഓർമ്മ വരും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ അത്. എനിക്ക് കുറെ ഫുഡ് കണ്ടപ്പോ മനസ്സ് മട്ടും. പിന്നെ കഴിക്കാൻ പറ്റില്ല. എത്ര വിശപ്പുണ്ടെങ്കിലും വയറും നിറയും മനസ്സും നിറയും. അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അമ്മയുടെ അടുത്തപ്പോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമല്ലെന്ന് എനിക്ക് ഒരു ഇതൊക്കെ മേടിച്ചോണ്ടോ. അവർക്കറിയാം വെള്ള കളറുള്ളത് 3 സാധനം കോയിനെ പോലെ നല്ല മതം അതന്നെ. അങ്ങനെ ഒറ്റയിരിപ്പിന് നമ്മൾ ആ മീൻ കഴിച്ചു. ഭാഗ്യന് അതോടൊപ്പം തന്നെ പയറുപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ചോറും ഉണ്ടു. പണ്ട് ഭാഗ്യം കഴിക്കുമ്പോഴേ മീനിൻ്റെ തലയോ അല്ലെങ്കിൽ മുള്ളോ കാര്യങ്ങളോ ഒന്നും പാടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എത്രയാ മാറിയത് ഞാൻ ആലോചിക്കുക. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ സ്വഭാവം എന്ന് പറയില്ലേ, അതുപോലെ ഭാഗ്യം അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. മുള്ളൊക്കെ കടിച്ച് മുറിച്ച് തിന്നാനും അതുമൊന്നൊക്കെ ഫുൾ മാംസം ചകഞ്ഞെടുത്ത് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭാഗ്യം പഠിച്ചിട്ടുണ്ട്. സങ്കടമായ എല്ലാവരും കഴിച്ചു. ഭാഗ്യന്റെ പാത്രത്തിൽ മാത്രം കുറയില്ലുണ്ട്. ഭാഗ്യ ചോറും അയ്യോ ഭാഗ്യന് എന്നെ കൂടുതൽ വെച്ചാൽ ഇഷ്ടായ അടിപൊളിയല്ലേ മസാല കൂട്ടി പറയാം. അപ്പൊ നമ്മുടെ പായസം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പായസം വെക്കാന്ന് വിചാരിച്ചു. പായസത്തിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് പായസം വെക്കണേന്നുള്ളത്. അതായത് കുറച്ച് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്ത് എടുത്തിട്ട് പാലിലൊഴിച്ച് ഒരു പിങ്ക് കളറാക്കും നമ്മുടെ പാലിനെ. എന്നിട്ട് അതിൽ നമ്മൾ നമ്മുടെ ഈ സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നറുനെയ്യ് കുറച്ച് ഒഴിച്ച് പിന്നെ അതിൽ നമ്മുടെ ചുക്കിന്റെ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ചുക്കുപൊടി ചിലർ പാലൊഴിക്കുന്ന പായസത്തിൽ ഇടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇടാറുണ്ട്. പിന്നെ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡിയായി. നമ്മുടെ വടിപ്പായസം. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മധുരം കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ സദ്യകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഐസ്ക്രീമിലേക്ക് പോലും കുറവാണ്. കാരണം പുറത്ത് പോകുമ്പോൾ എന്തായാലും ഐസ്ക്രീം കഴിക്കും. അപ്പോൾ വീട്ടിലിരുന്ന് സദ്യകളൊക്കെ കഴിയുമ്പോൾ മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. വടിപ്പായസം എന്നാണ് നമ്മുടെ വീട്ടിൽ ഇതിന്റെ പേര് പറയാറുള്ളത്. അപ്പൊ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാളമീമി നമ്മൾക്ക് ഒന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. ചാളമീമി നമ്മൾ കൂട്ടാൻ വെക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ്. വിത്തിൻ 1 മിനിറ്റ് ബാച്ചിലർ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക്, ചെറിയ ഉള്ളി, വേപ്പിൻ്റെ ഇല, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി നമ്മൾ 2 വേരിയൻറ്റിൽ ഇടുന്നുണ്ട്. അതായത് കാശ്മീരി ഇടുന്നുണ്ട്, മറ്റേതപ്പോൾ സാധാരണ ഇടുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഇവരെ നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് വെണ്ണ പോലെ എന്ന് പറയുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക. സ്കില്ലറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ എന്താ ഒഴിച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കുറച്ച് ഉലുവ ഇട്ടിട്ടു. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ തക്കാളി ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇത്ര നാടൻ വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ചാളക്കറി എന്ന് പറയുന്നത് ഇതായിരിക്കും. ടേസ്റ്റി ആയിട്ടുള്ളത് ഇത് തന്നെയായിരുന്നു എന്നാണ് ഭാഗ്യന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ ചാള എങ്ങനെ കറി വെച്ചെന്നാലും ഞാൻ കഴിക്കുന്ന കാരണമുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അത് നമ്മൾ ഇട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴാണ് നമ്മുടെ ചാള ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ചാളയും കൂടി വേവുന്നവരെ ഇട്ട് കൊടുത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കറി റെഡി കേട്ടോ. ഞാൻ നട്ട ഓറഞ്ചാട്ടാ. അവിടെ നിറച്ചു കൊതുവാ. ഇല്ലല്ലോ.
നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയത് ഇവനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്നത്. കുരുവില്ലാത്ത അതുപോലെ തന്നെ നാരുകളില്ലാത്ത അടിപൊളി അമ്പഴം. നമ്മൾ കുറച്ച് നാൾ മുന്നേ മണ്ണൂത്തിയിൽ നിന്ന് ഒരു 10-250 രൂപ കൊടുത്തിട്ട് മേടിച്ച് വെച്ചതാണ്. അതുമ്പോൾ നിറയെ കായ് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു അച്ചാറിനുള്ള കായ അതും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ ശ്രീകുട്ടനെ വിളിക്കണം, അല്ലെങ്കിൽ ആൾ വഴക്കുണ്ടാകും. എന്നെ വിളിച്ചില്ല അല്ലേ എന്ന്. വിളവെടുക്കുന്ന സമയത്ത് ആൾ വിളിക്കണത് നിർബന്ധമാണ് കേട്ടോ. ഇത് പഴുത്താലും ഭയങ്കര മധുരമാണ് അത്ര. സാധാരണ അമ്പഴങ്ങയുടെ പോലെയല്ല എന്നാണ് പറയുന്നത്. നമുക്ക് മണ്ണൂത്തിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ബഡ് മേടിക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഇന്നിടുന്നില്ല, നമുക്ക് നാളെ ഇടാം. നല്ല ഭയങ്കര ഇതുണ്ട്, അതിൻ്റെ ഉറപ്പുണ്ട് അതിൻ്റെ ആ ഒരു തണ്ടിന് വേണ്ടിയിട്ടേ. അപ്പോൾ രഘുവേട്ടൻ്റെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന നാളികേരമൊക്കെ മഴയായ കാരണം കൊണ്ടിട്ടാ, ഇവിടെ പുറത്തെ പണികളൊന്നും നടക്കാത്ത കാരണം കൊണ്ട് ആളെ അവിടെ കൊണ്ടിടുക. എന്നിട്ട് തണലത്ത് നിന്നിട്ട് അതൊക്കെ, തണലത്തല്ല മഴയത്ത് നിന്ന് മാറി നിന്നിട്ട് അതൊക്കെ പൊളിച്ച് നമ്മൾ കടയിൽ കൊണ്ടുപോവാണ് ചെയ്യുക കേട്ടോ. നമ്മുടെ യൂസിന് കഴിച്ചത് ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോവാണ് ചെയ്യുക. അങ്ങനെ പാടത്തെയും പറമ്പിലത്തെയും വിസിറ്റൊക്കെ കഴിഞ്ഞതേയുള്ള കുറച്ച് പച്ചമുളക് എനിക്ക് കിട്ടി. പച്ചമുളകൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ. പിന്നെ ഭയങ്കര വിലയൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യം കടയിലേക്ക് പൊട്ടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ അടുക്കളയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ അടിപൊളി നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾക്കൊക്കെ പൊട്ടിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷാട്ടാ. ഇതിങ്ങനെ ഒട്ടും കുരുവില്ലായിരുന്നു, ആരുമില്ലാന്നേ. ഉപ്പിലിട്ടിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാ. വെറുതെ ഒന്നും അച്ചാറൊന്നും ഇടാണ്ട് വെറുതെ ഉപ്പിലിട്ടിട്ട് കഴിക്കാനായിട്ട് സൂപ്പറാ. കുറച്ച് മുളകും കൂടി അരിഞ്ഞിട്ടിട്ട് ഉപ്പിലിടുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം അരിഞ്ഞിട്ടിട്ട് ഉപ്പിലിട്ടിട്ട് ലാസ്റ്റ് ഇത് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം നമുക്ക് അച്ചാറിടാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. നാളെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും വന്നിട്ട്, പിന്നെ വെക്കേഷൻ തീരെയല്ലേ, അപ്പോൾ കുഞ്ഞൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൻ എൻ്റെ മുടി ഇങ്ങനെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് പറയണു, ചിറ്റേ എനിക്ക് ഇതുപോലെ മുടിയാക്കി തരുമെന്ന്. അങ്ങനെ ഇന്ന് കുഞ്ഞനെ ഫൈനലി കുറച്ചധികം നേരം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ കുഞ്ഞൻ്റെ മുടി ഇങ്ങനെ ആക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് വിളിച്ച് ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് മുടി സ്ട്രേറ്റ് ചെയ്യാന്ന്. അങ്ങനെ ആ കൂട്ടുകാരി പറഞ്ഞ അറിവുകളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. നമ്മുടെ കുഞ്ഞിന് ഭയങ്കര മുടി മുടി ഇങ്ങനെ ആവാൻ എന്താണ് വഴിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞാ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കിയാലോ എന്നുള്ള തീരുമാനത്തിൽ ഞാൻ അവിടെ കൊണ്ട് നിർത്തിണ്ടാളെ പടാ. ഇത് സ്വന്തം റിസ്കിലാണ് കേട്ടാ ചെയ്യുന്നത്. അതെ, ഞാൻ ഉത്തരവാദിയല്ല കേട്ടാ. കുഞ്ഞിന് എന്നെ പോലെ 2 രോമല്ല, കുറച്ചധികം ഉണ്ട് നോട്ടെ. പക്ഷെ അതിങ്ങനെ കിടക്കുകയാണെങ്കിൽ അടിപൊളിയാണല്ലോ കുഞ്ഞാ. ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് അതിട്ട് സ്പാ ചെയ്ത് തരുമോ എന്ന് പറയും. ഈ സ്പാ ചെയ്യലും ഈ നീളമുള്ള മുടിയിൽ സ്പാ ചെയ്യലും ഇത്തിരി പണി പിടിച്ച പരിപാടിയാണ്. ഈ കുഞ്ഞിന്റെ മുടി ഞാൻ കാണിച്ചത് കേട്ടോ. ഇതാണ് ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയാണ്. ഇതാണ് കുഞ്ഞിന്റെ മുടി. ഈ മുടിയുമ്പോഴാണ് ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കാണാതെ കാരണം ഉണ്ടാകട്ടാ. ഈ മുടിയാണ് നമ്മൾ ഇനി നമ്മുടെ വീട്ടിലുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ ആക്കാൻ പോകുന്നത്. ആവോന്ന് അറിയില്ല, ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുള്ളൂ നമുക്ക്. കുഞ്ഞിന്റെ നീളമാർന്ന കാക്കൂന്തൽ ഇവിടെ വെച്ചത്. പിന്നെ 7,000 രൂപ കൊടുത്ത് ചെയ്യുന്ന പരിപാടി ഞങ്ങൾ ക്യാൻസലാക്കി സ്വന്തം പ്രയത്നത്തിൽ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ബ്യൂട്ടീഷ്യൻ ചേച്ചിമാരെ മിക്കതും ഇത് ചെയ്യാനും ഞങ്ങളുടെ പണി കളഞ്ഞല്ലോ ശ്രീ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് കാണിക്കില്ല. നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റുകളിൽ സ്ട്രൈറ്റനിങ് ക്രീം അടിച്ചു കൊടുത്താൽ മതി. ഇത് സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണു, സ്വന്തം റിസ്കിൽ വേണം ചെയ്യാൻ, ഗ്ലൗസ് യൂസ് ചെയ്യണം. പിന്നെ ഇത് അത്ര വലിയ നല്ല പരിപാടിയൊന്നുമല്ല, കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. ഒരു ആഗ്രഹത്തിന്, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണമെങ്കിൽ ഒരു വട്ടം ചെയ്യാം, അല്ലടാ, അത്രയേ ഉള്ളൂ. ഇത് എപ്പോഴെപ്പോഴും ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ സ്വന്തം റിസ്കിൽ ചെയ്യണമെന്ന് വീണ്ടും എടുത്തെടുത്ത് പറയുന്നു. മാത്രമല്ല ഈ ക്രീമിനും അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞിനെ നീളമുള്ള മുടിയിൽ നമുക്ക് ലെങ്ത് അനുസരിച്ചിട്ടാണ് പൈസ ഈടാക്കുന്നത്. അത് കാരണം എൻ്റെ മുടിക്ക് 7,000 രൂപ എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മുടിക്ക് അതിനേക്കാളും കൂടുതൽ പൈസയാവും എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, അത് ഇത്രയ്ക്ക് പ്രോസസ്സുള്ളൂ, നീ അത് ക്രീം മേടിച്ചിട്ട് നിനക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം മുടി ഇങ്ങനെ സെക്ഷനായിട്ട് തിരിക്കണം കേട്ടോ. നമുക്ക് എണ്ണയില്ലാണ്ട് ഇതിങ്ങനെ ഇതാകണ്ട, കരിനാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് അതിനെ കുറച്ച് സെക്ഷനുകളായിട്ട് തിരിക്കാം. ഇവിടെ എനിക്കൊരു തൊഴിലില്ലാണ്ട് ചിറ്റമുടി ഇങ്ങനെ എന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചാൽ പിന്നെ നമുക്കൊരു കോണ്ടന്റ് അല്ലേ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇത് കുറച്ചധികം നേരം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ കുഞ്ഞ് ഇതുപോലത്തെ തന്നെ സെക്ഷനായിട്ട് വേണം നമ്മൾ എടുക്കാം കേട്ടോ. നമുക്കിത് ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഒന്നും കാണിച്ചു തരുന്നില്ല. ആദ്യം നമ്മൾ 2 ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ന്യൂട്രലൈസിങ് ക്രീമും ഒന്ന് പിന്നെ നമ്മുടെ സ്ട്രൈറ്റനിങ് ക്രീമുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പ്രോഡക്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം.
രണ്ടാള് ചെയ്യണം കേട്ടോ. രണ്ടാള് ഇങ്ങനെ കൂടി ചെയ്യുന്നതാണ് നല്ലത്. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുടി ചിലപ്പോൾ ഈ 15 മിനിറ്റ് എന്നുള്ളതൊക്കെ കുറേ നേരമൊക്കെ ആവും. പിന്നെ നമ്മളിത് പൊതുവെ പരീക്ഷണമായ കാരണം കൊണ്ട് അടുത്തതിൽ വന്നു. അമ്മയ്ക്ക് ചേർപ്പെടുത്തതായോ? ഞാൻ അമ്മ അതേതോ ഇത് പിടിക്കണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലോറിയലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ലോറിയലിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റ് ആണ്. അത് കാരണം പൊടിക്ക് പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ മുടി ഹീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നീളമുള്ള മുടിയല്ലേ, വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് മുടി കൊളാക്കണമെന്നൊക്കെ കുറേ ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ മുടി ചെയ്തപ്പോഴും ചോദിച്ചായിരുന്നു കേട്ടോ. ആഗ്രഹങ്ങളൊന്നും മുടി വയ്ക്കാനുള്ളതല്ല, അത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നടത്തണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ് ഞാനും കുഞ്ഞനായാലും കേട്ടോ. പിന്നെ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിയുള്ളവർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളുടെ റിസ്കിലാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അവള് പറഞ്ഞു, ചിറ്റ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മുടി ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം എന്നുള്ളതെന്ന്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്തു നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞത് ചെയ്തു കൊടുക്കണം എന്നാണ് സിദ്ദിഖ് സാറ് പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹം അങ്ങനെ സഫലീകരിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് സക്സസ് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ സക്സസ് ആവില്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ ഏതിലെങ്കിലും കയറിയിട്ട് സ്ട്രെയിറ്റനിങ് ക്രീം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ഗ്ലട്ടിന്റെ കുറെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വരും. അതിൽ 2 പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. ഒന്ന് ക്രീം, ആദ്യം നമ്മൾ ക്രീമാണ് ഇടുന്നത്. പിന്നെ കുളി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ന്യൂട്രലൈസറാണ് ഇടുന്നത്. ഇത് നമ്മൾ സെക്ഷൻ ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ക്രീം തേക്കുക എന്നുള്ളതാണ് കേട്ടോ. കുഞ്ഞു ഇഴകളെടുത്ത് ക്രീം നന്നായിട്ട് വലിച്ച് തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് നേരം വെക്കും. ഒരു 45 മിനിറ്റോളം ഇതിവിടെ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നന്നായിട്ട് സാധാരണ കഴുകി കളയുന്നത്. അപ്പോൾ ദേ കണ്ട, കഴുകി കളഞ്ഞിട്ടുള്ള മുടിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ക്രീം ഇടുമ്പോൾ തന്നെ മുടി നല്ല സ്മൂത്ത് ആവും, നല്ല മാനേജബിൾ ആവും ഒക്കെ ചെയ്യും. അടിപൊളിയായിട്ടാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ആ മുടിയൊക്കെ ഒന്ന് ഉണക്കണം, നന്നായിട്ട് നമ്മൾ ഉണക്കണം. എന്നിട്ടാണ് നമ്മൾ അതിൽ ന്യൂട്രലൈസർ ഇടുന്നത് കേട്ടോ. കണ്ട, മുടി നമ്മൾ നന്നായിട്ട് ഇനി ഉണക്കിയെടുക്കണം. 45 മിനിറ്റിന് ശേഷമാണ് കേട്ടോ. സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുടി ഉണക്കിയെടുക്കുന്നത്. മുടി ഉണക്കിയെടുത്തിട്ട് ഹീറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്യുമ്പോഴാണ് ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ മുടി ആ ഒരു സ്ട്രെയിറ്റ് ലുക്കിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് അതിനെ ജടയൊക്കെ കളഞ്ഞ് സോഫ്റ്റ് ആക്കണം. കുറേ ഭാഗങ്ങളാക്കിയിട്ട് ഇതിന് സ്ട്രെയിറ്റ് ചെയ്യണം മുടിയാണ്. അതാണ് ഞാൻ നമ്മുടെ ഫിലിപ്പിൻ്റെ സ്ട്രെയിനറാണ് കേട്ടോ. സ്ട്രെയിറ്റ്നറാണ് കേട്ടോ. പിന്നെ കുറേ ടൈം കൺസ്യൂം ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മളിത് ഇത്രയും നീളമുള്ള മുടിയിലേക്ക് ആകുമ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയം, അത് കഴിഞ്ഞ് അത് ഉണങ്ങാനെടുക്കുന്ന സമയം, അത് കഴിഞ്ഞ് അയൺ ചെയ്യുന്ന കുഞ്ഞു മുടികൾ എടുത്തിട്ട് അയൺ ചെയ്യണം, നന്നായിട്ട് അയൺ ചെയ്യണം, വലിച്ചു പിടിച്ച് അയൺ ചെയ്യണം. അപ്പോൾ അയൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കാണുന്നത്. അത് കാരണം കുറച്ച് അധികം നേരം വേണം. അപ്പോൾ 1-2 ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തീർക്കാനും പറ്റും നമുക്ക്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇട്ടിട്ട് നമ്മളൊരു 15 മിനിറ്റിനുള്ളിൽ തീർക്കണം എന്നാണ് പറയുക. പ്രോഡക്റ്റ് മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് 2 ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. അപ്പോൾ ഞാൻ തന്നെയുള്ള കാരണം കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ അത്ര പ്രൊഫഷണൽസ് അല്ലല്ലോ, നമ്മുടെ ഒരു ആഗ്രഹം തീർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയി മുടി, ഭയങ്കരമായിട്ട് മാനേജബിൾ ആവുന്നുണ്ട്. ഇങ്ങനെ കട്ട കുത്തുക അല്ലെങ്കിൽ മുടി ഇങ്ങനെ ജട പിടിക്കുക അങ്ങനെയൊന്നും ആവണില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. മൊത്തം കുഞ്ഞു ഭാഗങ്ങൾ എടുത്തിട്ട് ഹീറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഒഴുകി വരും ഞാനൊരു അങ്ങനെ 3-4-5-6 മണിക്കൂറിന്റെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ മുടി ഇങ്ങനെ ആയിരിക്കുകയാണ് കുട്ടികളെ. എങ്ങനെയുണ്ട് കിടുവല്ലേ. ഇനി ഇത് മൊത്തം പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇത് മൊത്തം ന്യൂട്രലൈസറും കൂടി ഇടണം, എന്നാലാണ് ഇത് മൊത്തം ഫുള്ളായിട്ടുള്ള പരിപാടി കഴിയുള്ളൂ. ഇപ്പൊ തന്നെ മുടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നതാണ് ന്യൂട്രലൈസർ ഞാൻ എടുത്തിട്ടുണ്ട്. ന്യൂട്രലൈസർ ഒരു ക്രീമാണ് കേട്ടോ. അതാണ് നമ്മൾ ഇടാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് കമ്പൈനായിട്ടാണ് കിട്ടുക കേട്ടോ. നമ്മുടെ ക്രീമും ന്യൂട്രലൈസറും ഒരുമിച്ച് ഒരു പാക്കറ്റിലാണ് കിട്ടുക. ഒരു 1600 റുപ്പീസ് വരും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്. പിന്നെ നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണമൊക്കെ 1-2 വട്ടമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞു മുടിയാണെങ്കിൽ 3-4 മുടിയിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് 3-4 തലകളിലൊക്കെ ചെയ്യാൻ പറ്റും. അതിന് ശേഷം ന്യൂട്രലൈസർ നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടനും ഞാനും ഒക്കെ വൈകുന്നേരം 12 മണി വരെയുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മൾ അതും നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും ഇത് കുറച്ച് നേരം വെച്ചിട്ട് കുളിക്കണം കേട്ടോ. അങ്ങനെ പാതിരാത്രി ആയപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുളിയും കുളിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞൻ പറയുന്നുണ്ടായിരുന്നു ഇനി ചിറ്റ ഞാൻ 1 മാസത്തേക്ക് കുളിക്കില്ല എന്ന്, അത്രയും കുളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ അടിച്ച് വീണ്ടും അയൺ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യത്തെ കഴിഞ്ഞു കേട്ടോ, ആദ്യത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കണ്ടീഷണറൊക്കെ ഇട്ട് കുളിച്ച് വന്നു. നമുക്ക് വീണ്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ലുക്കിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും ട്രൈ ചെയ്യുന്നുണ്ടാവും അല്ലേ. മുടീനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുഞ്ഞിന് വളരെ ആഗ്രഹമായ കാരണം കൊണ്ട് ചെയ്തതാണ്. പിന്നെ മുടിക്ക് ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി കണ്ട ഈ ഒരു ലുക്കിലേക്കും അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഇതുപോലെ ഒന്നും കിടക്കണമെന്നില്ല. മുടി ഇതുപോലെ കിടക്കണം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പാ ചെയ്യണം. എൻ്റെ മുഖത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടാ, അവളെക്കാളും വലിയ എക്സൈറ്റ്മെന്റ് എൻ്റെ മുഖത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞൻ പറയായിരുന്നു വെച്ചിട്ട് എന്നെക്കാൾ അടിപൊളി മുടിയായി എൻ്റെന്ന്. അത് ഓഫ് കോഴ്സ് ആവുമല്ലോ, കാരണം എന്നെക്കാളും അത്യാവശ്യം മുള്ളും നീളവും ഒക്കെ ഉള്ള മുടിയാണ് കുഞ്ഞൻ്റെ. എക്സ്പീരിയൻസ് ഇത്തിരി വിശദമായിട്ട് പറയാം അവരുടെ അടുത്ത്. ഇത്രയധികം ചെയ്തെന്ന് അല്ലെങ്കിൽ ഞാൻ 5-6 മണിക്കൂർ ഞാൻ കളർ ചെയ്തതിന് അവരോട് വിശദമായിട്ട് പറയും. ഇനി 48 മണിക്കൂർ ഇങ്ങനെ തന്നെ നമ്മൾ കെട്ടാണ്ടും അതുപോലെ തന്നെ മുടി വേവി ആവാണ്ടും നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 48 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്പാ ചെയ്യണം. സ്പാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി 1 വർഷത്തോളം ഇങ്ങനെ നിൽക്കും എന്നാണ് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ ഗസ്റ്റ് വന്ന വിശേഷങ്ങളും വീട്ടുകാരോടൊപ്പമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.